ഹലോ മക്കളെ, ഇന്നലത്തെ കെമിസ്ട്രി എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. സാർ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ മക്കൾക്കറിയാം, എക്സാം കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് പൊതുവേ ഞാൻ ചെയ്യാറില്ല. അത് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരോടും ഞാൻ പറയാറുള്ളത്. ഓഫ് കോഴ്സ് ഇന്നലത്തെ എക്സാം നിങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിൽ ഇന്നലെ എക്സാമിനേഷൻ എഴുതിയ 90% സ്റ്റുഡൻസിനും ടഫ് തന്നെയായിരുന്നു. ഇന്നലത്തെ എക്സാം ടഫ് ആയതുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങളുടെ മെസ്സേജുകളൊക്കെ കാണുന്ന സമയത്ത് എനിക്കത് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനും ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായും ടഫ് തന്നെയായിരുന്നു. അക്കാഡമിക് ഇയറിൻ്റെ ആദ്യം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ച് എല്ലാ തരത്തിലുമുള്ള ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമാണ് ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുൾ മാർക്കിലേക്കോ അല്ലെങ്കിൽ A+ലേക്കോ ഒക്കെ എത്താൻ പറ്റുക. അപ്പോൾ മിക്ക കുട്ടികൾക്കും അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ മെസ്സേജിൽ നിന്നും നിങ്ങളുടെ റെസ്പോൺസിൽ നിന്നും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എനിവേ, ആ എക്സാം കഴിഞ്ഞു. ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആക്കുന്നതോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതോ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരത്തിലേക്ക് എത്തിക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ അവരുടെ മോഡൽ എക്സാം പബ്ലിക് എക്സാമിനേഷൻ്റെ ഒരു മോഡൽ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. മോഡൽ എക്സാമിനേഷൻസ് വളരെ സിമ്പിളായിട്ട് ചോദിച്ച് എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി നേരെ പബ്ലിക് എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വളരെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അത് ടെൻഷൻ ഉണ്ടാക്കും, കുട്ടികൾ അത് വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ തന്നെ ഫസ്റ്റ് അവർ ഫേസ് ചെയ്യുന്ന ക്വാർട്ടർലി എക്സാമിനേഷനും അത് കഴിഞ്ഞിട്ടുള്ള ഹാഫ് ഇയർലി എക്സാമിനേഷനും മോഡൽ എക്സാമിനേഷനിലും ഒക്കെ ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അതനുസരിച്ച് പഠിക്കാൻ കഴിയും. നമ്മുടെ ലാസ്റ്റ് ലൈവിലൊക്കെ 12 മണിയും 1 മണിയും വരെ വളരെ ആക്റ്റീവായിട്ട് നല്ല മാർക്കിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് പഠിച്ച മക്കൾ തന്നെയാണ് നമ്മുടെ മക്കൾ. പഠിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ മോഡൽ എക്സാമിനേഷനിലൂടെ എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് കറക്റ്റ് അവരിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എനിവേ, എക്സാമിനേഷൻ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ അയക്കുന്ന മെസ്സേജിൽ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഫിസിക്സും ബോട്ടണിയും കെമിസ്ട്രിയും ഒക്കെ നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ അല്ല ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അതുകൊണ്ട് മാത്തമാറ്റിക്സും ഞങ്ങൾ ഇനി പഠിക്കുന്നില്ല. പഠിച്ചിട്ട് കാര്യമില്ല, കാര്യം നമ്മൾ പഠിക്കുന്നൊന്നും അല്ലല്ലോ ചോദിക്കുന്നത്, അപ്പോൾ എന്തിനാ ഞങ്ങൾ പഠിക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരുപാട് മെസ്സേജസ് വന്നപ്പോഴാണ് നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത്. മക്കളെ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ ഇനി 5 ദിവസങ്ങളുണ്ട്. മോഡൽ എക്സാമിനേഷൻ വരെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനിയുള്ള 5 ദിവസം വളരെ കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും പരമാവധി വർക്ക് ചെയ്യുക, പരമാവധി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ എക്സാം പോലെ ആവില്ല മാത്സ് എന്നുള്ളതാണ്. കഴിഞ്ഞ എക്സാമിലുണ്ടായ ക്ഷീണം നമുക്ക് മാത്സിൽ ഓവർകം ചെയ്യാൻ കഴിയും, അത് മേക്കപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തളരരുത്, നമ്മൾ പിന്നോട്ട് പോകരുത്. മുന്നോട്ടുള്ള എക്സാമിനേഷനിൽ എങ്ങനെ ഫുൾ മാർക്കിലേക്ക് എത്താം എന്നത് തന്നെയായിരിക്കണം നമ്മുടെ ചിന്ത. അതിനു വേണ്ടിയിട്ടുള്ള വർക്കായിരിക്കണം ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. മാത്രവുമല്ല, ഇനിയുള്ള കഴിഞ്ഞ 2 വർഷങ്ങളിൽ നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കാൻ പറ്റി. വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ ഒരു അവസരം ഇല്ല എന്നുള്ള ചെറിയൊരു വിഷമം എനിക്കുണ്ട്. എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. നിങ്ങളൊക്കെ നല്ല അടിപൊളി കരിയറിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. ഈ ഒരു കോണ്ടാക്റ്റ് നിങ്ങൾ എന്നും കീപ്പ് ചെയ്യണം. ഇനിയുള്ള മാത്സിൻ്റെ എക്സാം അടിപൊളിയാക്കി മാറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബൈ.